ഇന്ന് നല്ലൊരു ബീട്രൂട്ട് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു മസാല ദോശയാണ്. കഴിക്കാൻ നല്ല രുചിയാണ്, അതേപോലെ തന്നെ അറിയാലോ ഹെൽത്തിയാണ്, ഫില്ലിങ്ങുമാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് തോന്നും കേട്ടോ. പിന്നെ കുട്ടികൾക്കും അതല്ല ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിലും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു മസാല ദോശയാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കാണാം. ആദ്യം നമുക്ക് ഈ ഒരു മസാല ദോശയിലേക്കുള്ള മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. മധുരക്കിഴങ്ങ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് ചെറിയ ബർണറിൽ അടുപ്പിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 വിസിലെടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോഴേക്കും മധുരക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടാകും. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ചൂടോടെ അടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഈ തൊലി കളഞ്ഞിരിക്കുന്നതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നതാണ് എളുപ്പം, പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇനി ചൂടാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ മാഷറൊക്കെ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഉടച്ചാലും മതി, പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതിയേ. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതാണ്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. നമ്മൾ ഈ മസാല കഴിക്കുമ്പോൾ നമുക്ക് അധികം മുളക് കടിച്ചിട്ട് എരിവ് തോന്നരുത്, അതുകൊണ്ടൊന്ന് വാടി വന്നോട്ടെ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മധുരക്കിഴങ്ങിനും കൂടെയുള്ള ഉപ്പാണ് കേട്ടോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. പൊടീൻ്റെ മണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഉള്ളിയൊക്കെ ഏതാണ്ടൊന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് വഴന്നിട്ടൊന്നുമില്ല, ബ്രൗൺ കളറായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ കിടക്കുന്നത് മധുരക്കിഴങ്ങ്. അപ്പോൾ നമുക്ക് നല്ല കുഴഞ്ഞിരിക്കുന്ന മസാല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് കുടഞ്ഞ് വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. പിന്നെ നമുക്ക് ഏത് പരുവത്തിനാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൊടുത്തെടുത്തിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു ബീട്രൂട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അരഞ്ഞ് വരുന്നില്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് കരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. ഇനി ഇത് ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ദോശ ഇടാൻ പാകത്തിനുള്ള മാവാണ് കേട്ടോ. അരച്ച ഉടനെയുള്ള മാവല്ല, തലേദിവസം അരച്ച് വെച്ചിട്ട് പൊങ്ങി വന്നിട്ടുള്ള ദോശമാവാണ്. ദോശമാവും ബീട്രൂട്ട് അരച്ചതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പ് പാകമാണോ നോക്കാം. നമ്മൾ ബീട്രൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇപ്പോൾ ഇത് ഉപ്പുള്ള ദോശമാവായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഉപ്പ് പാകത്തിനുണ്ട്. നിങ്ങളിപ്പോൾ അരയ്ക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് പാകത്തിനാണോ നോക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ദോശ ഇടാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് വട്ടത്തിലങ്ങ് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ദോശ ഇടുമ്പോൾ തന്നെ കനം കുറച്ച് പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തടവി കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മറിച്ചിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഫില്ലിങ്, അത് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നടുഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി അങ്ങ് എടുക്കുകയാണ്. ഇതേപോലെ തന്നെ അടുത്ത ദോശ ഉണ്ടാക്കാം. പാനിൻ്റെ ചൂട് പാകത്തിനാണോ നോക്കണേ. ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു തവി മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത ദോശ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ദോശേൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങയിലേക്ക് കുറച്ച് കാന്താരിമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ചെറിയുള്ളിയും ഒരു പിടി കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചതാണ്. ഈ ഒരു മസാല ദോശേൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഈ ഒരു തേങ്ങാ ചട്നി തന്നെയാണ്. അതേപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പം,
ഈ ഒരു ചട്നി തന്നെയാണ്. പിന്നെ സാധാരണ നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ തന്നെ സാമ്പാർ കൂട്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചട്നിയൊക്കെ കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ ഈ ഒരു ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. നല്ലോണം ഫൈബറൊക്കെ ഉള്ള ദോശയായത് കൊണ്ട് തന്നെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഓടിച്ചാടി കളിക്കുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല എനർജി സ്റ്റാമിനയൊക്കെ ഉണ്ടാകും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീലാണ്. ഇപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.